പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാചകം, ഒരു തിരുവാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന യാതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു, അത്രമാത്രം സ്നേഹിച്ചു. എത്രമാത്രം? ദൈവം തന്നെയായ തൻ്റെ പുത്രനെ ലോകത്തിന് നൽകുവാൻ തക്കവിധം. ലോകത്തിന് നൽകുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലോകം എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളാണ്. മനുഷ്യരായ നമുക്ക് നൽകുവാൻ തക്കവിധം, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചു തരാൻ തക്കവിധം, മനുഷ്യരൂപത്തിൽ നമ്മുടെ ഇടയിലേക്ക് പറഞ്ഞു വിടാൻ തക്കവിധം അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു, മനുഷ്യവർഗത്തെ സ്നേഹിച്ചു. മനുഷ്യവർഗം എന്ന് പറഞ്ഞാൽ ഞാനും കൂടെ ചേർന്നാണ്. എന്നെ അത്രമാത്രം സ്നേഹിച്ചു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പറയണം, എന്തു പറയണം? എന്നെ അത്രമാത്രം സ്നേഹിച്ചു. എത്രമാത്രം? ദൈവം തന്നെയായ തൻ്റെ പുത്രനെ നമ്മുടെ അടുത്തേക്ക് പറഞ്ഞയക്കാൻ മാത്രം സ്നേഹിച്ചു. എന്തും ചെയ്യാൻ വേണ്ടി വിട്ടുതരാൻ മാത്രം. സ്വീകരിക്കാൻ വേണ്ടിയാണ് വിട്ടു തന്നത്. പക്ഷെ സ്വീകരിക്കാത്തവരെന്ത് ചെയ്യുന്നു? തിരസ്കരിക്കുന്നു. തിരസ്കരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? തിരസ്കരിക്കുമ്പോൾ അവൻ ക്രൂശിക്കപ്പെടുന്നു. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതുകൊണ്ടാണ്. അവനെ വേണമെന്ന് പറയേണ്ടവർ അവനെ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ഉത്തരവാദി ആരാണ്? വേണമെന്ന് പറയേണ്ടവർ വേണമെന്ന് പറയാതിരുന്നതാണ്, വേണ്ട എന്ന് പറഞ്ഞതാണ്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും തിരസ്കാരം അവനെ ക്രൂശിക്കുന്നു. നമ്മളവനെ സ്വീകരിക്കുമ്പോൾ അവൻ നമുക്ക് സ്വന്തമാകുന്നു, നമുക്ക് രക്ഷയായിത്തീരുന്നു. എന്തിനു വേണ്ടിയാണ് തന്നത്? നമ്മളെ നിത്യജീവനാകാൻ വേണ്ടിയാണ്. ഈശോ തന്നെക്കുറിച്ച് എന്ത് പറഞ്ഞു? ഞാനാണ് ലോകത്തിൻ്റെ ജീവൻ, ഞാനാണ് നിത്യജീവൻ, ഞാനാണ് പുനരുത്ഥാനം, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ഇതെല്ലാം ഈശോ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മധ്യത്തിൽ യേശു വീണ്ടും ഒരിക്കൽ കൂടെ 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അതേ സത്യം വീണ്ടും നമുക്ക് വേണ്ടി ഒരിക്കൽ കൂടെ ഇവിടെ പറയുകയാണ്. ആ നിത്യസത്യം കേൾക്കാൻ വേണ്ടിയാണ് നമ്മളിരിക്കുന്നത്. ആ നിത്യസത്യമായ യേശുവിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ഭാഗ്യമുള്ളവരാണെന്ന് ഞാൻ പറയും. കാരണം ഈ ഒരു ചെറിയ പ്രോഗ്രാം ഒരിക്കലും വിചാരിച്ചതല്ല ഇവിടെ വെച്ച് നടത്തണമെന്ന്. അത് വളരെ യാദൃച്ഛികമെന്ന് തോന്നത്തക്ക രീതിയിൽ ദൈവം ഇടപെട്ടതാണ്. ഞാൻ ഓർത്ത് ഇന്നും വലിയ മഴയത്ത്, അതിശക്തമായ മഴയായിരുന്നു ഞങ്ങളിങ്ങനെ പോരുമ്പോൾ. ജോയ്സ് വണ്ടി ഓടിക്കാൻ വളരെ വിദഗ്ധനാണ്. അദ്ദേഹത്തിൻ്റെ വണ്ടിയും അതുപോലെ നല്ല വണ്ടിയാണ്. അതുകൊണ്ട് വലിയ വെള്ളപ്പൊക്കത്തിൽ വണ്ടി മുങ്ങാതെ കയറ്റിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതുകൊണ്ട് കയറിപ്പോന്നാണ്. ഇത്രയും ശക്തമായ മഴ അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്ത്, ഞാൻ എന്തിനു വേണ്ടിയാണ് ഇവിടെ ഈ പരിപാടി ഈ മഴക്കാലത്ത് വെച്ചത്? പക്ഷെ എനിക്ക് മനസ്സിലായി, ഞാൻ വെച്ചതല്ല. ഒരു തമ്പിയുടെയോ അല്ലെങ്കിൽ ഒരു അനിയുടെയോ ഒരു അപേക്ഷയിലൂടെ ഞാൻ വെച്ചതല്ല, ദൈവം അവരിലൂടെ എന്നോട് ആവശ്യപ്പെട്ടതായിരുന്നു എന്നുള്ളത് എനിക്ക് വ്യക്തമാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഈ ഒരു സന്ദേശം തീർച്ചയായിട്ടും ദൈവമായ കർത്താവ് തരുമ്പോൾ അതിൻ്റെ വില നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇത് ഒരുപക്ഷെ ഈ റെക്കോർഡിങ്ങിലൂടെ അനേകർ കേൾക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളോട് പറഞ്ഞത് നിങ്ങളോട് മാത്രം പറയുന്നതല്ല, ലോകത്തോട് മുഴുവനായിട്ട് പറഞ്ഞതാണ്. ഈശോ പറഞ്ഞത് ലോകത്തോട് മുഴുവനാണ്. അതുകൊണ്ട് ആർക്കൊക്കെ ഇത് കേൾക്കാനിടയാകുമോ അവരൊക്കെ ഇത് കേൾക്കാൻ തക്ക വിധം ഇതിനെ അനുഗ്രഹിക്കാൻ നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. അപ്പോൾ ഈശോ ഇപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യം വീണ്ടും ഒരിക്കൽ കൂടെ നമ്മോട് പറയാണ്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ്, അവന് മാറ്റമില്ല. എങ്ങനെയാണെങ്കിൽ അവൻ്റെ വചനത്തിനും മാറ്റമില്ല. നിത്യം സനാതനവും നിത്യം പുരാതനവുമാണ്. സെൻ്റ് അഗസ്റ്റിൻ്റെ വാക്കുകളാണ്. എന്നും സനാതനവും എന്നും പുരാതനവുമായ വചനമേ എന്നാണ്. എന്ന് പറഞ്ഞാൽ ആദിയിൽ ഉണ്ടായിരുന്നതും അനാദി മുതലുള്ളതും മാറ്റമില്ലാത്തതുമായ നിത്യജീവൻ്റെ വചനമാണിത്. ആ നിത്യജീവൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളിൽ ചലനം ഉണ്ടാക്കും. കാരണം എൻ്റെ വചനം ജീവനും ആത്മാവുമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം തിരുവചനത്തിൽ നമ്മളത് ഈശോ പറഞ്ഞത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വചനം എന്ന് പറയുന്നത് പുസ്തകത്തിൽ വെറുതെ ഉറങ്ങിക്കിടക്കുന്ന വചനമല്ല. ഇതെടുത്ത് പ്രഘോഷിക്കുമ്പോൾ, എടുത്ത് പ്രഖ്യാപിക്കുമ്പോൾ
ഏൽപ്പിച്ചു തരുമ്പോൾ ഹൃദയത്തെ സ്പർശിക്കുന്നതും മനസ്സിനെ തിരിക്കുന്നതുമാണ്. ദൈവത്തെങ്കിലേക്ക് തിരിക്കുന്ന വചനമാണിത്. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമാണിത്, രക്ഷയാണിത്, നിത്യജീവനാണിത്. അതുകൊണ്ട് തൻ്റെ ഏകജാതനെ നൽകുവാൻ ദൈവം എന്തിനു തയ്യാറായി എന്ന് ചോദിച്ചാൽ അവനിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് നമുക്ക് പോകാം. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നിന്ന് ഒരു ഭാഗം ഞാൻ വായിക്കട്ടെ. കർത്താവ് അരുളി ചെയ്യുകയാണ്: വീണ്ടും അവൻ ശിഷ്യരോട് അരുളി ചെയ്തു, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും എന്ന് ജീവനെ പറ്റിയോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട. ഇതൊരു സന്തോഷ വാർത്തയാണോ? എല്ലാവരുടെയും ആകുലത എന്തിനെക്കുറിച്ചാണ്? എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്തൊടുക്കും, എവിടെ കിടക്കും, എങ്ങനെ 10 കാശുണ്ടാകും, എങ്ങനെ അത് കൈകാര്യം ചെയ്യാം, ഇതൊക്കെയാണ് ഓരോരുത്തരുടെയും വ്യഗ്രത എന്ന് പറയുന്നത്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ആളുകൾ സംഭാഷണം നടത്തുമ്പോൾ പരസ്യമായിട്ട് കേട്ടോ, ഇപ്പോൾ ബസ്സിൽ സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അടുത്തടുത്ത് ചില ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ആളുകൾ കൂടി നിൽക്കുന്നിടത്തൊക്കെ ഞാൻ ചുമ്മാ ശ്രദ്ധിക്കും. ഇവർ സംസാരിക്കുന്ന വിഷയം അറിയാൻ വേണ്ടിയാണ്, ഓവർഹീറി ചെയ്യുന്നത് എന്നുള്ള രീതിയിലല്ല. കാരണം മനുഷ്യൻ എന്തിനെക്കുറിച്ചാണ് വ്യഗ്രതപ്പെടുന്നത്? മിക്കവാറും കേൾക്കുന്നതൊക്കെ തന്നെ കൃഷിക്കാരുടെ ഇടയിലാണെങ്കിൽ കൂടുതൽ വിളവുണ്ടാകുന്ന കൃഷിയെക്കുറിച്ച്, നല്ല റബ്ബർ തൈ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ വളം അതിനെക്കുറിച്ച്, ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ശമ്പള വർധനയെക്കുറിച്ച്, അല്ലെങ്കിൽ എങ്ങനെയാണ് കൂടുതൽ ശമ്പളത്തിന് പുറമെ ഞാൻ എങ്ങനെയാണ് അടുത്ത കാലത്ത് കുറച്ച് കാശുണ്ടാക്കിയത്. ഒരേ സമയത്ത് ജോലിയുടെ ഇടയിൽ മറ്റ് ചില ബിസിനസ്സും കൂടെ എങ്ങനെ കൂട്ടിച്ചേർത്ത് ചെയ്യാൻ പറ്റും. അടുത്ത കാലത്തൊരു പോലീസുകാരൻ എന്നോട് പറഞ്ഞു, എനിക്ക് കിട്ടുന്ന ശമ്പളത്തേക്കാൾ കൂടുതൽ കാശ് ഞാൻ നേരായ മാർഗത്തിലൂടെ വേറെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ബിസിനസ്, ഇതിൻ്റെ കൂടെ ചില ബിസിനസ്സുകളും ചെയ്യുന്നു, കൈക്കൂലിയൊന്നും ഇദ്ദേഹം മേടിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി വിഷയങ്ങളാണ് സംഭാഷണ മധ്യേ വരുന്നത്, അല്ലാതെ മറ്റ് വിഷയങ്ങളൊന്നും പറയുന്നവരില്ല. പിന്നെ വല്ല കരിസ്മാറ്റിക് ധ്യാനം കൂടിയൊരു അടങ്ങിയിരിക്കാൻ പറ്റാത്ത ദൈവാനുഭവം ഉണ്ടായവർ ചിലപ്പോൾ ചില ആളുകളോട് ഉണ്ടായ ദൈവാനുഭവത്തെക്കുറിച്ചൊക്കെ പറയുന്നതും കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവ് പറഞ്ഞ ഈ കാര്യം എത്രയോ പ്രസക്തമാണ്. നിങ്ങൾ ആകുലരാകരുത്, എന്ത് ഭക്ഷിക്കും എന്ന് ജീവനെ പറ്റിയോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട. തുടർന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. ഈ പോയിന്റ്, ഈ ഒരു പ്രമേയം നമുക്കൊന്നെടുക്കാം. ജീവൻ ഭക്ഷണത്തെക്കാൾ വിലയുള്ളതാണ്, ആണോ? അതുകൊണ്ട് ജീവൻ നിലനിർത്താനായിട്ട് ഭക്ഷണം ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഭക്ഷണം ഒഴിവാക്കും. ജീവൻ നിലനിർത്താൻ ഭക്ഷണം ഒഴിവാക്കേണ്ടത് ആവശ്യമാണെങ്കിൽ ഒഴിവാക്കും, അല്ലേ? ശരീരം വസ്ത്രത്തേക്കാൾ വിലപ്പെട്ടതാണ്, ആണോ? തീർച്ചയായിട്ടും അതെ. പഞ്ഞം കിടക്കുന്ന സമയത്ത് കുറച്ച് പൈസ കൈ കിട്ടിക്കഴിഞ്ഞാൽ, എന്നാൽ നല്ലൊരു മൊബൈൽ സെറ്റ്, ഹാൻഡ് സെറ്റ് മേടിച്ച് കളയാൻ നോക്കുമോ? ഒരിക്കലുമൊക്കെ. നല്ല കുറച്ച് വസ്ത്രം, ഇപ്പം എൻ്റെ വസ്ത്രം മോശമാണ്, അതുകൊണ്ട് നല്ല ഒരു ജോഡി ഡ്രസ്സ് മേടിച്ചേക്കാൻ നോക്കുമോ? ഒരിക്കലും ഒക്കെയല്ല. നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് ഭക്ഷണം കഴിക്കാതെ വിശന്ന് മരവിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞെരുങ്ങിയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും വസ്ത്രം മേടിക്കാൻ പോകുകയില്ല, പിന്നെയോ ഭക്ഷണമാണ് ആദ്യം നോക്കുന്നത്. കർത്താവ് പറയാണ്, വസ്ത്രത്തെക്കാൾ ഉപരിയാണ് ഭക്ഷണം, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ. അതുപോലെ തന്നെയാണ് ജീവനാണ് ശരീരത്തെക്കാൾ പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ ഭക്ഷണത്തെക്കാൾ പ്രധാനപ്പെട്ടത്. നമുക്കറിയാം, ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരു അവയവം മുറിച്ച് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യും? ഡോക്ടറുടെ അടുത്ത് മുറിച്ച് മാറ്റാൻ വേണ്ടി കിടന്നു കൊടുക്കൂലേ? ഈ രോഗം മൂർച്ഛിച്ച് നീ മരിക്കാതിരിക്കണമെങ്കിൽ, നിൻ്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ ശരീരത്തിൻ്റെ ഒരു ഭാഗം കണ്ടിച്ചു കളയാമെന്ന് വെച്ചാൽ അതിനും തയ്യാറാകും. എന്താ കാരണം? ജീവൻ വിലയുള്ളതാണ്. അതുകൊണ്ടാണ് ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. ദൈവം പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ദൈവം പറയുന്നത് ആധികാരികമായിരിക്കും. കാരണം എന്താ? മനുഷ്യനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ കഴിയുന്നത് സൃഷ്ടിച്ച ദൈവത്തിനാണ്. ഏതൊരു ഉപകരണത്തെക്കുറിച്ചും ആധികാരികമായിട്ട് പറയാൻ കഴിയുന്നത് അത് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച എൻജിനീയർക്കാണ്. ഇവിടെ ഇരിക്കുന്ന ജോയിസിന് അത് പെട്ടെന്ന് മനസ്സിലാകും, എനിക്കറിയാം. ഞാൻ ഓർക്കുന്നൊരു കാര്യം പണ്ട് വായിച്ചതാണേ. ഒരു കാലത്ത് മോട്ടോർ കാറുകളെ ജനകീയമാക്കിയത്
ഹെൻറി ഫോർഡാണ്. അദ്ദേഹത്തിൻ്റെ ടി മോഡൽ കാറ് വളരെയേറെ വ്യാവസായിക അടിസ്ഥാനത്തിൽ അദ്ദേഹമാണ് ആദ്യമായിട്ട് കൺവെയർ ബെൽറ്റിലൂടെ സാധനങ്ങൾ മൂവ് ചെയ്യിച്ച് ഓട്ടോമേഷൻ്റെ ആ വലിയൊരു തത്വം പ്രയോഗത്തിൽ കൊണ്ടുവന്നയാളാണ്. അപ്പോൾ ഓരോ മിനിറ്റിലും 2 കാറ് വെച്ച് ഫോർഡിൻ്റെ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിരുന്നവർ. അദ്ദേഹമായിരുന്നു അതിൻ്റെ രൂപകൽപ്പനയും അതിൻ്റെ എൻജിനീയറിങ്ങും എല്ലാം മേൽനോട്ടമൊക്കെ. അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചതാണ്. അദ്ദേഹം വളരെ അത്യാവശ്യമായ ഒരു സ്ഥലത്തേക്ക് പാഞ്ഞു പോവുകയാണ് തൻ്റെ സവിശേഷമായ കാറിൽ. അങ്ങനെ പാഞ്ഞു പോകുമ്പോൾ ഒരു ടി മോഡൽ കാറ് വഴിയിൽ കേടായി കിടക്കുന്നു. പലരും അത് നന്നാക്കാനായിട്ട് അടുത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്നു. അങ്ങനെ നിരാശപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. തിരക്കിട്ട് പോയ ആ വ്യക്തി അവിടെ ഇറങ്ങി, ഹെൻറി ഫോർഡ് അവിടെ ഇറങ്ങിയിട്ട് അത് പരിശോധിച്ചു. അതിൻ്റെ കേടുപാടുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞു. ഏറ്റവും വേണമെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തു, ഇന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ കാര്യം ശരിയാവും. അദ്ദേഹം അതിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്തു കൊടുക്കുകയും ചെയ്തു. എന്താ ഇത്ര തിരക്കിട്ട് ഓടിപ്പോയ മനുഷ്യൻ അവിടെ നിൽക്കാനും ഇങ്ങനെ ചെയ്യാനൊക്കെ ഇടയായത്? കാരണം അദ്ദേഹം ആണ് അതിൻ്റെ നിർമ്മാതാവിന് തൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ച് അഭിമാനമുണ്ട്. ഈ പ്രോഡക്റ്റിന് എന്തെങ്കിലും കേടുവന്നാൽ ഏറ്റവും വേഗം നന്നാക്കാൻ കഴിയുന്നത് നിർമ്മാതാവാണ്, ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചവനാണ്. എന്ന് പറയുന്നത് പോലെ നമ്മളെ ഡിസൈൻ ചെയ്ത് നമ്മളെ സൃഷ്ടിച്ച തമ്പുരാന് നമ്മളെക്കുറിച്ച് വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ കുറേ മനുഷ്യർ ദുഃഖിതരും നിരാശരും കലഹിക്കുന്നവരും ആയി കിടക്കുന്നത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റാഞ്ഞിട്ട് സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ്. എന്നിട്ട് നമ്മളോട് പറയുന്നത് എന്താണ്? നമ്മളോട് പറയുന്നത് നമ്മെക്കുറിച്ചുള്ള അകവും പുറവും അറിയാവുന്ന, പൂർണ്ണമായിട്ട് അറിയാവുന്ന അവിടുന്ന് ചില യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയാണ്. നമുക്കറിയാം, ഏതൊരു പ്രോഡക്റ്റിനെ കുറിച്ചും ആധികാരികമായിട്ട് പറയുന്നത് നിർമ്മാതാവെന്ന് പറഞ്ഞപ്പോൾ നിർമ്മാതാവ് ചില നിർദ്ദേശങ്ങൾ തരും. ഏതൊരു സാധനം വാങ്ങിയാലും അതിനെക്കുറിച്ചൊരു ഓപ്പറേഷൻ മാനുവൽ നമുക്ക് തരും. ഈ ഓപ്പറേഷൻ മാനുവൽ നോക്കിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ ഉപകരണം സുഗമമായി പ്രവർത്തിക്കും, കേടുകൂടാതെ പ്രവർത്തിക്കും. അതുകൊണ്ട് ദൈവം പറയുന്നത് അങ്ങേയറ്റം നമ്മെ സംബന്ധിച്ചിടത്തോളം വിലയുള്ളതാണ്, അത് സ്വീകാര്യമാണ്, അതൊരു സുവിശേഷമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ജനമധ്യത്തിലേക്ക് കടന്നു എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ സുവിശേഷം. അപ്പൊ ദൈവത്തിന് പറയാനുള്ളത് സുവിശേഷമാണ്, ദൈവത്തിന് പറയാനുള്ളത് ഒരു സദ്വാർത്തയാണ്. ഈ സദ്വാർത്ത നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്, നഷ്ടപ്പെട്ട സമാധാനം പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്, നഷ്ടപ്പെട്ട സുഖം തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ളതാണ്, നഷ്ടപ്പെട്ട എല്ലാം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയാണ്. അപ്പം ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, ദൈവം കൊടുത്ത ദാനങ്ങള്, ദൈവം കൊടുത്ത കൃപ, ദൈവം കൊടുത്ത വരപ്രസാദം, അതിൻ്റെ ഫലമായ സമാധാനം, സന്തോഷം, സുഖം, ഇതൊന്നും മനുഷ്യന് നഷ്ടപ്പെട്ട് മനുഷ്യൻ ദുഃഖിതനായി നിരാശനായി കിടക്കുന്ന അവിടത്തേക്ക് സഹിക്കില്ല. അതുകൊണ്ട് മനുഷ്യൻ കേടുപറ്റി കിടക്കുന്നത് സഹിക്കാത്ത ദൈവം തൻ്റെ പുത്രനെ അയച്ചു. ആ ദൈവം തന്നെയായ പുത്രൻ ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് നമ്മളോടൊരു സന്തോഷ വാർത്ത പറയാണ്. ഈ സന്തോഷ വാർത്ത എന്താണ്? നിത്യജീവൻ നിങ്ങൾക്ക് സൗജന്യദാനമായി ഞാൻ തരും എന്നുള്ളതാണ്. അപ്പോൾ നിത്യജീവൻ നൽകുമെന്ന് പറഞ്ഞാൽ സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ദൈവം ഒന്ന് തന്നു എന്നുള്ളതുകൊണ്ട് ആർക്കും കിട്ടിയല്ല. ആർക്കാ കിട്ടുന്നത്? സ്വീകരിക്കുന്നവർക്കാണ് കിട്ടുന്നത്, സ്വീകരിച്ചാലേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്വീകരിക്കുവാൻ വേണ്ടി അവിടെ നമ്മളെ ഒരുക്കുന്നു. വാസ്തവത്തിൽ ഓരോ ധ്യാനവും ഓരോ ധ്യാനകേന്ദ്രവും ചെയ്യുന്നത് ദൈവം തന്ന സൗജന്യദാനമായ നിത്യജീവനെ സ്വീകരിക്കാൻ ഒരു വ്യക്തിയെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഒരുക്കാതെ ഒരിക്കലും സ്വീകരിക്കാൻ നമുക്ക് പറ്റില്ല, ഒരുങ്ങാതെ സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വചനം പറഞ്ഞ് നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തി സത്യം വെളിപ്പെടുത്തി സത്യത്തിന് അനുകൂലമായി നമ്മുടെ മനസ്സ് തിരിയണം. അങ്ങനെ മനസ്സ് തിരിഞ്ഞ് ദൈവിക ജീവൻ നമ്മൾ ഏറ്റുവാങ്ങണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. വസ്ത്രത്തെക്കാൾ പ്രധാനപ്പെട്ടത് ശരീരമാണ്, ശരീരത്തെക്കാൾ പ്രധാനപ്പെട്ടത് ജീവനാണ്. അതുകൊണ്ട് ശരീരത്തിന് ജീവനുണ്ട്. ശരീരത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ ശരീരം നിശ്ചലമാകും, ശരീരം ജഡമാകും, അല്ലെങ്കിൽ ശരീരം മൃതശരീരമാകും, അത് ശവമാകും, പിന്നീട് അത് അഴുകും. ഇതുപോലെ തന്നെ ആത്മാവിന് ജീവനുണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിന് ജീവനുണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു, നിത്യജീവൻ ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ആത്മാവിന് നിത്യജീവൻ ദൈവം തന്നിരിക്കുന്നു. പക്ഷെ ആ തന്നിരിക്കുന്നത് സ്വീകരിക്കാതിരിക്കുമ്പോൾ, തിരസ്കരിച്ച് കളയുമ്പോൾ
നമ്മുടെ ആത്മാവ് ജീവനില്ലാതായിരുന്നു. നമുക്കറിയാം, ഒരു സത്യം അറിയാം, ആത്മാവിൻ്റെ മോണിറ്ററാണ് ഈ ശരീരം എന്ന് പറയുന്നത്. സത്യത്തിൽ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നവർക്കറിയാം, മോണിറ്റർ ഇല്ലെങ്കിൽ നമുക്കൊന്നും കണ്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. നമ്മുടെ ആത്മാവിൻ്റെ മോണിറ്ററാണ് നമ്മുടെ ശരീരം. കർത്താവ് തന്നെ പറഞ്ഞു, ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. അപ്പോൾ അധരം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഉള്ളിലുള്ളതാണ് പുറത്തു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിഗൂഢമായിരിക്കുന്ന ആത്മാവിൻ്റെ കാണപ്പെടുന്ന ആ ഒരു രൂപമാണ് ശരീരത്തിൽ നമുക്കുള്ളത്. അതുകൊണ്ട് ശരീരത്തിൻ്റെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ആത്മാവിൻ്റെ വെളിപ്പെടുത്തലാണ്. അതുകൊണ്ട് ആത്മാവ് നിറഞ്ഞു നിൽക്കുന്നവരാണെങ്കിൽ ആത്മാവിൻ്റെ നിറവ് ആ വ്യക്തിയുടെ ഓരോ നോട്ടത്തിലും ഓരോ സ്പർശനത്തിലും ഓരോ വാക്കിലും ഓരോ പ്രവൃത്തിയിലും ഉണ്ടാവും. ആത്മാവില്ലാത്തവരാണെങ്കിൽ ശരീരത്തിൻ്റെ പ്രവൃത്തിയായിട്ട് മാത്രം വരും. അത് മനുഷ്യനെ വേദനിപ്പിച്ചെന്ന് വരും, മനുഷ്യനെ വശീകരിച്ചെന്ന് വരും, മനുഷ്യനെ പല രീതിയിൽ തെറ്റായ മാർഗത്തിലേക്ക് നയിച്ചെന്ന് വരും, അല്ലെങ്കിൽ ദുഃഖിപ്പിച്ചെന്ന് വരും, ഭാരപ്പെടുത്തിയെന്ന് വരും, ഒക്കെ വരും. അതുകൊണ്ട് ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് ആത്മാവിൽ ജീവനുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? ലോകം മുഴുവൻ നേടുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഈ ലോകത്തിൽ നാം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചതൊക്കെ, എൻ്റെ നിലനിൽപ്പിനും എൻ്റെ സുഖത്തിനും എന്നതൊക്കെ വേണമോ അതൊക്കെ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ ലോകം മുഴുവൻ കീഴടക്കുന്ന ഒരു ചക്രവർത്തിയാകുക എന്നൊന്നും അർത്ഥമില്ല. അപ്പോൾ എൻ്റെ ഈ ലോക ജീവിതത്തിലെ സുഖത്തിനും എൻ്റെ സന്തോഷത്തിനും എൻ്റെ സൗഭാഗ്യത്തിനും എന്തൊക്കെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നോ ആ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടിയാൽ, ആരോഗ്യമാകാം, സൗന്ദര്യമാകാം, സമ്പത്താകാം, നല്ല വീടാകാം, ഒരു നല്ല വാഹനമാകാം, ജീവിത സൗകര്യങ്ങളൊക്കെ ആകാം. അപ്പോൾ ഇതൊക്കെ കിട്ടിയാൽ എല്ലാം ആയി എന്ന് കരുതുന്നവരോട് കർത്താവ് പറയാണ്, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് ജീവനില്ലാത്തതാണെങ്കിൽ, നശിച്ച അവസ്ഥയിലാണെങ്കിൽ നീ നേടിയത് കൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് ഈശോ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ ചിന്തയ്ക്ക് പാത്രമാകേണ്ട വിഷയമാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആത്മാവിൽ ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതുകൊണ്ട് ആത്മാവിൽ ജീവനുണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ ഈശോ നമുക്ക് തരാൻ പോകുന്നത് നിത്യജീവനാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ആദ്യമായി ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് തരാമെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക, ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കുക. എന്നാണ് ദൈവത്തിൻ്റെ രാജ്യം? ഒറ്റ വാക്കിൽ ഇപ്പോൾ ഞാനത് പറയാം, പിന്നീട് അത് വിശദീകരിക്കാം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ, രാജ്യം എന്ന് പറഞ്ഞാൽ ഭരണം എന്നർത്ഥം. അപ്പോൾ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴിലാവുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുന്നവരാവുക എന്നർത്ഥം. ദൈവത്തെ അനുസരിക്കുന്നവരാവുക. ആദ്യ മാതാപിതാക്കന്മാർ എന്ത് ചെയ്തു? ദൈവത്തെ അനുസരിക്കാത്തവരായി, സാത്താനെ അനുസരിക്കുന്നവരായി ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ആ ആദ്യ മാതാപിതാക്കന്മാരുടെ സന്തതികളോട് ദൈവം പറയുന്നതാണ്, നിങ്ങൾ ആദ്യ മാതാപിതാക്കന്മാരെ പോലെ ദൈവത്തെ അനുസരിക്കാത്തവരായി നശിച്ചു പോകരുത്, നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നവരായി ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴിലേക്ക്, നിയന്ത്രണത്തിലേക്ക് വരിക എന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് തിരിച്ചു വരിക. ധൂർത്തപുത്രൻ സംഭവിച്ചെന്താണ്? പിതാവിൻ്റെ നിയന്ത്രണം വിട്ട് തനിക്കിഷ്ടപ്പെട്ട വഴിയെ പോയി, സ്വന്തം ഇഷ്ടമനുസരിച്ച് പോയപ്പോൾ പന്നിക്കൂട്ടി ചെന്നായിട്ട് നമ്മൾ കണ്ടു എന്ന് പറയുന്നത് പോലെ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരൊക്കെ അധപ്പതിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവസാനം ദുഃഖിതരും നിരാശരമാണെന്ന് കാണാം. അങ്ങനെയുള്ളവരെ നോക്കിക്കൊണ്ട് ദൈവം പറയുകയാണ്, തിരിച്ചു വരിക, ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലേക്ക് വരിക, ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് വരിക, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് ആ ഇഷ്ടത്തിന് വിധേയപ്പെടുക. നമ്മെ സംബന്ധിക്കുന്ന നന്മ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിർമ്മാതാവ് പറഞ്ഞതിനപ്പുറത്ത് എന്തെങ്കിലും നമ്മൾ ചെയ്താൽ ഭയങ്കരമായ നഷ്ടമുണ്ടാകും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായൊരു നിലപാട് നമ്മളെടുത്താൽ നമുക്ക് ഭയങ്കരമായ നഷ്ടമുണ്ടാകും. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രൊജക്ടർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഉപയോഗിക്കുന്നത് വേറൊരു തരത്തിലുള്ള പ്രൊജക്ടറാണ്. അപ്പോൾ ഈ പ്രൊജക്ടർ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫ്യൂസായിപ്പോയി. ബൾബ് വളരെ വിലയുള്ള ബൾബാണ്, ഫ്യൂസായിപ്പോയി. ബൾബ് ഫ്യൂസായിപ്പോയപ്പോൾ പുതിയൊരു ബൾബ് ഇവിടെയും അന്ന് ഇവിടെയും കിട്ടാനില്ലായിരുന്നു. അതുകൊണ്ട് ജർമ്മനിയിലുള്ള എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞ് അവർ വെക്കേഷൻ വന്നപ്പോൾ ഒരെണ്ണം കൊണ്ടുവന്നപ്പോൾ വലിയ സന്തോഷമായിപ്പോയി. കാരണം ഇവിടെയൊന്നും കിട്ടാത്തൊരു സാധനം ഇന്നിപ്പോൾ ഇവിടെ കിട്ടുമൊക്കെ.
അന്ന് കിട്ടുകയില്ലായിരുന്നു, ഒരു 18 വർഷം മുമ്പാണ്. അത് കൊണ്ടുവന്നപ്പോൾ വളരെ സന്തോഷമായിരുന്നു. അപ്പം ഞാനത് പെട്ടെന്ന് പ്രൊജക്ടറിലേക്ക് തിരിയിട്ടു. പക്ഷെ ഓൺ ചെയ്തപ്പോഴേ അത് എരിഞ്ഞുപോയി. എരിഞ്ഞു പോയപ്പോഴേ എനിക്ക് തോന്നി എന്തോ പ്രശ്നം പന്തിയായിട്ട് ഉണ്ടായിട്ടുണ്ട്. ആദ്യം എരിഞ്ഞു പോയതാണെന്ന് എനിക്ക് തോന്നിയില്ല, പിന്നെ നമുക്ക് എരിഞ്ഞു പോയെന്നുള്ളത് മനസ്സിലായി. പക്ഷെ അതിലൊരു കവർ ചെയ്തൊരു പേപ്പർ ഉണ്ടായിരുന്നു. ആ പേപ്പർ ഊരിക്കളഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല, അതിന് മുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, നഗ്നമായ കൈവിരൽ കൊണ്ട് ഈ ബൾബ് എടുക്കരുത്, പ്ലാനൽ അല്ലെങ്കിൽ അതുപോലെയുള്ള കോട്ടണോ എന്തെങ്കിലും കൂട്ടിപ്പിടിച്ചല്ലാതെ നഗ്നമായ കൈ കൊണ്ട് ഇത് എടുക്കരുതെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനത് മൈൻഡ് ചെയ്തില്ല, ഞാൻ എടുത്തങ്ങ് ഇട്ടു. കയ്യിൽ എപ്പോഴും അല്പം ഈർപ്പം കാണും, ആ സമയത്ത് അല്പം കൂടുതൽ ഈർപ്പം ഉണ്ടായിരുന്നിരിക്കണം. ഏതായാലും ആ ഈർപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് ഈ ബൾബ് അതിൻ്റെ ചില്ല് വിരിഞ്ഞുപോയി. ഒന്ന് ഓർത്ത് നോക്കുക, ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ബൾബിന് 21,000 രൂപ വില ഉണ്ടായിരുന്നു മേടിച്ചപ്പോൾ, ഇപ്പോൾ കുറഞ്ഞാണായിരിക്കും. അപ്പോൾ 21,000 രൂപ വിലയുള്ളൊരു ബൾബ് ഒരു നേരത്തെ അശ്രദ്ധ കൊണ്ട് ഒരു കോട്ടൺ ഉപയോഗിച്ചെടുക്കാത്തതുണ്ട്, അല്ലെങ്കിൽ ആ നിർമ്മാതാവ് പറഞ്ഞ ആ നിർദ്ദേശം ഞാൻ മാനിക്കാതെ എൻ്റെ സൗകര്യം പോലെ എടുത്തിട്ടപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയാണെങ്കിൽ ഒരു ബൾബിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും നമ്മുടെ ചിന്തയും നമ്മുടെ ബുദ്ധിയും ഒക്കെ പ്രവർത്തിക്കുന്നത് വളരെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കണം ദൈവം ആഗ്രഹിക്കുന്നത്. വളരെ ഇൻറ്റഗ്രിറ്റിയിലായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇൻറ്റഗ്രിറ്റിയിൽ അല്ലാതായി പോയി കഴിഞ്ഞാൽ അതിൻ്റെ തകർച്ച നമുക്ക് അനുഭവിക്കേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ, സൃഷ്ടിച്ച ദൈവം പറഞ്ഞു നിങ്ങൾ സത്യമേ പറയാവൂ, അതേ എന്നുള്ളിടത്ത് അതേ എന്ന് തന്നെ പറയണം, അല്ല എന്നുള്ളിടത്ത് അല്ല എന്ന് തന്നെ പറയണം. നുണ പറഞ്ഞാൽ സംഭവിക്കുമോ? നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? നുണ പറഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ? തമ്പി, നുണ പറഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ? നുണ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ ആഘാതം ഉണ്ടാകും, ഭയങ്കരമായ ആഘാതം ഉണ്ടാകും, ഡിസോർഡർ ഉണ്ടാകും, ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെടും. നുണ പറയുന്നവരെ കണ്ടുപിടിക്കാൻ യന്ത്രങ്ങൾക്ക് കഴിയുന്നതുകൊണ്ടാണ്, നമ്മളിലുണ്ടാകുന്ന ആഘാതം കൊണ്ടാണ്. ദൈവം ഇട്ട ഒരു ക്രമമുണ്ട്, ദൈവം ഇട്ട ഒരു താളമുണ്ട്, ദൈവം ഇട്ട ഒരു ഋതമുണ്ട്. ആ ഋതം ദൈവം ഇട്ടതുപോലെ ഇപ്പോൾ എൻ്റെ ഹൃദയം ദൈവം ഇട്ട ഒരു താളത്തിൽ വേണം അത് അടിക്കാൻ. എൻ്റെ ബ്രീത്തിങ് ദൈവം ഇട്ട ഒരു താളത്തിൽ വേണം. എൻ്റെ രക്തത്തിൻ്റെ ആ എന്താ പറയുക പ്രഷറ്, സമ്മർദ്ദം ദൈവം വെച്ചിരിക്കുന്ന ഒരു അളവിൽ വേണം നിൽക്കാൻ. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഡിസോർഡറാണ്. അതെന്നെ ആഘാതപ്പെടുത്തും, അതെന്നെ രോഗിയാക്കും, എൻ്റെ സന്തോഷവും സുഖവും എല്ലാം നഷ്ടപ്പെടുത്തി കളയും. അപ്പോൾ ദൈവം നമുക്ക് ഓരോന്നും പറഞ്ഞു തരുന്നത് നമ്മൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും സുഖത്തോടെ ഇരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് കർത്താവ് നമ്മോട് പറയുന്നു, നീ ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത് ശരീരത്തെക്കുറിച്ചോ വസ്ത്രത്തെക്കുറിച്ചോ ഭക്ഷണത്തെക്കുറിച്ചോ ഒന്നും അല്ല, പിന്നെയോ നിൻ്റെ ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. എത്ര പേരുണ്ട് ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് ആഴമായിട്ട് ചിന്തിക്കുന്നവർ? അധികം പേരെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ചിന്തിക്കുന്നവരൊക്കെ ചിന്തിക്കുന്നത് ഭൗതികമായ ജീവിത സൗകര്യങ്ങളെക്കുറിച്ചും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നതിനെക്കുറിച്ചും ജഡത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചും ജഡത്തിലേക്ക് ഏറ്റുവാങ്ങുന്ന സുഖത്തെക്കുറിച്ചും ഒക്കെയാണ്. അതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ഗാഠമായിട്ട് ചിന്തിക്കുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ദൈവം നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്കത് അവഗണിക്കാൻ പറ്റില്ല. കാരണം ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നശിച്ചു പോയാൽ എന്ത് പ്രയോജനമെന്ന് ചോദിക്കുകയാണ് കർത്താവ്. അതുകൊണ്ട് ഈ സമയം എന്ന് പറഞ്ഞാൽ അല്പം മാത്രമേ നമുക്ക് ഉറപ്പുള്ളൂ. നമുക്ക് നാളെയെക്കുറിച്ച് നമുക്ക് ഉറപ്പൊന്നുമില്ല. ഇന്ന് ഈ സമയത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാം. അതും നമ്മുടെ കഴിവുകൊണ്ടാണോ, നമ്മുടെ മിടുക്കുകൊണ്ടാണോ, നമ്മുടെ യോഗ്യത കൊണ്ടാണോ? ഒന്നുമല്ല. ഓരോ ദിവസവും നമ്മുടെ കൺമുമ്പിലൂടെ എത്രയോ സംഭവങ്ങൾ കടന്നു പോകുന്നു, ഒന്നിനത്രയോ ഒന്നായിട്ട്. എത്രയോ ചെറുപ്പക്കാർ പലതരത്തിൽ അപകടത്തിലും അല്ലാതെയൊക്കെ മരിച്ചു പോകുന്നു. അതുകൊണ്ട് ചെറുപ്പക്കാരും വിചാരിക്കും, ഓ എൻ്റെ ജീവിതം ഇനി എത്രയോ ഉണ്ടല്ലോ എന്നൊക്കെ. അങ്ങനെയൊന്നും ചിന്തിക്കാനില്ല. ഇന്ന് നമ്മുടെ കൈവശം ഇപ്പോൾ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം, നാളെക്കുറിച്ച് നമുക്ക് ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് ഇന്നിലാണ് നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്. എന്താ ചിന്തിക്കേണ്ടത്? ഇന്നിൽ ഞാൻ ദൈവത്തോട് ചേർന്നാണോ ഇരിക്കുന്നത്? ഈ മോമെൻറ്റിൽ ഞാൻ ദൈവത്തോട് ചേർന്നാണോ ഇരിക്കുന്നത്? ഈ മോമെൻറ്റിൽ ഈ നിമിഷത്തിൽ ദൈവമായ കർത്താവിനോട് ഗാഠമായൊരു ബന്ധത്തിലാണോ ഞാൻ കഴിയുന്നത്? എൻ്റെ ആത്മാവും ദൈവാത്മാവും ഗാഠമായ ബന്ധത്തിൽ വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഉറപ്പാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.
അത് ഉറപ്പാക്കുന്നില്ലെങ്കിൽ ജീവിക്കുന്നത് മണ്ടത്തരമാണ്. ഓരോ ദിവസവും മണ്ടത്തരമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ നിമിഷം വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് ഇന്നലെ എനിക്ക് കിട്ടിയ ഒരു വലിയൊരു രഹസ്യം ഇതാണ്. ഓരോ നിമിഷവും നിത്യതയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. നാളെ നിത്യതയുമായിട്ട് ബന്ധിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. നിത്യതയുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റുന്ന ഈ നിമിഷത്തെയാണ്. അപ്പോൾ ഈ നിമിഷത്തെ നിത്യതയിലേക്ക് നമുക്ക് നിത്യതയുമായിട്ട് ബന്ധിപ്പിക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് നിത്യതയുമായിട്ടൊരു ബന്ധം ഉണ്ടാകുന്നത്, ഇറ്റേണിറ്റിയുമായിട്ടൊരു ബന്ധം ഉണ്ടാകുന്നത് ദൈവമായ കർത്താവ് നമ്മെ തേടി ഈ ഭൂമിയിൽ വന്നതുകൊണ്ടാണ്. ആ കർത്താവ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉണ്ട്. ആ കർത്താവിന് നമ്മൾ എത്രമാത്രം വിധേയപ്പെടുന്നോ, കർത്താവിനെ എത്രമാത്രം നമ്മൾ തിരിച്ചറിഞ്ഞ് എൻ്റെ നാഥനായി രക്ഷകനായി ഞാൻ ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും എൻ്റെ ജീവിതം ധന്യമാകുന്നത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം രക്ഷ പ്രാപിക്കുന്നത്. അപ്പോൾ രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നെ തേടി വരുന്ന എൻ്റെ ദൈവത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുക, ഒന്നാം സ്ഥാനം കൊടുക്കുക, അതുവഴി ഉണ്ടാകുന്ന ദൈവിക ജീവനെ ഏറ്റുവാങ്ങുക. അങ്ങനെ എൻ്റെ ആത്മാവിലേക്ക് ദൈവിക ജീവനെ ഞാൻ ഏറ്റുവാങ്ങി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ഞാൻ ആ നിത്യതയിൽ ബന്ധം പുലർത്തുക എന്നുള്ളതാണ്. അപ്പം എപ്പോൾ ഇവിടുന്ന് പിരിഞ്ഞു പോയാലും പ്രശ്നമില്ല. ആർക്കാണ് ഭയം വരുന്നത്? ഭയം വരുന്നത് നിത്യതയുമായി ജീവിതത്തെ ബന്ധിപ്പിക്കാത്തവർക്കാണ് ഭയം വരുന്നത്. അനിശ്ചിതത്വമാണ് അവർക്കെപ്പോഴും. കാരണം ഈ ലോകത്തിലുള്ള അല്ലാത്ത ഒന്നും അവർക്കില്ല, നിത്യമായ ഒന്നുമില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലെന്നവർക്ക് ഒരു അറിയാത്ത ഒരു തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് മരണത്തെ ഭയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ, മരണത്തെ ഭയപ്പെടുന്ന ഒരു കൂട്ടരാണ് നിത്യതയുമായി ബന്ധമില്ലാത്തവർ. ഈ ലോകത്തിന് വേണ്ടി മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് മരണത്തെ ഭയപ്പെടുന്നത്. നിത്യം നിലനിൽക്കുന്ന ജീവനെ സ്വീകരിച്ചവരാണെങ്കിൽ ഒരിക്കലും മരണത്തെ ഭയപ്പെടുകയില്ല. അതുകൊണ്ടാണ് ധീരമായിട്ട് രക്തസാക്ഷികളുടെ മരണത്തിന് മുമ്പ് നിന്ന് കൊടുക്കാൻ കാരണം അവർ നിത്യതയുമായിട്ട് ബന്ധം പുലർത്തിയവരും മരണമെന്ന കവാടത്തിലൂടെ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നവരുമാണ്. അതുകൊണ്ട് അവർക്ക് ഭയമില്ല. കർത്താവ് നമ്മളോട് പറഞ്ഞത് ഭയപ്പെടേണ്ട, ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞു. അപ്പം ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടണ്ട. പിന്നെ ആരെയാണ് ഭയപ്പെടേണ്ടത്? ആത്മാവിൻ്റെ ജീവൻ നശിപ്പിക്കുന്നവരെ ഭയപ്പെടണം. ആത്മാവിൻ്റെ ജീവൻ നശിപ്പിക്കുന്നവരെ എന്നല്ല, ആത്മാവിൻ്റെ ജീവൻ നശിപ്പിക്കുന്നവനെ അല്ലെങ്കിൽ ആത്മാവിനെ കൊല്ലുന്നവനെ ഭയപ്പെടണം. അത് സിംഗുലറിലാണ് വെച്ചിരിക്കുന്നത്, ഏകവചനത്തിലാണ് വെച്ചിരിക്കുന്നത്. ആരെ ഭയപ്പെടണം? ശരീരത്തെ കൊല്ലുന്നവനെ ഭയപ്പെടേണ്ട, ആത്മാവിനെ കൊല്ലുന്നവനെ ഭയപ്പെടണം. അപ്പം ആരാണ് ആത്മാവിനെ കൊല്ലുന്നത്? നമ്മുടെ ആത്മാവിൻ്റെ ജീവനെ കൊല്ലുന്ന ആരാ? ദൈവമാണോ? ഒരിക്കലും ദൈവം കൊല്ലിയല്ല. നമ്മുടെ ആത്മാവിൻ്റെ ജീവനെ ദൈവം ഒരിക്കലും നശിപ്പിക്കല. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരാൻ വന്നവൻ ഒരിക്കലും നശിപ്പിക്കല. പിന്നെ ആരാണ് ആത്മാവിൻ്റെ ജീവനെ നശിപ്പിക്കുന്നത്? മറ്റാരുമല്ല, ഞാൻ തന്നെയാണ് എൻ്റെ ആത്മാവിൻ്റെ ജീവനെ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്നെയാണ് ഭയപ്പെടേണ്ടത്. എന്നെ ഭയപ്പെടണം എന്ന് പറഞ്ഞാൽ എൻ്റെ തീരുമാനങ്ങളെ ഞാൻ ഭയപ്പെടണം, എൻ്റെ നിലപാടുകളെ ഞാൻ ഭയപ്പെടണം. എൻ്റെ നിലപാടുകൾ കർത്താവായ യേശുവിൻ്റെ നിലപാടല്ലെങ്കിൽ ഞാൻ യേശുവിനോട് വിഭജിക്കപ്പെട്ടു, യേശുവിനോടുള്ള ബന്ധം കളഞ്ഞു. എൻ്റെ തീരുമാനങ്ങൾ യേശുവിൻ്റെ തീരുമാനങ്ങളല്ലെങ്കിൽ ഞാൻ യേശുവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു. അതുകൊണ്ട് എൻ്റെ നിലപാടുകളും എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ തീരുമാനങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും യേശുവിൻ്റെ ഇഷ്ടത്തിനും നിലപാടിനും യോജിക്കുന്നതല്ലെങ്കിൽ യേശുവിനെ ഞാൻ ഉപേക്ഷിച്ചു. അപ്പോൾ യേശു എൻ്റെ നിത്യജീവനാണ്. അപ്പോൾ യേശുവിനെ ഞാൻ ഉപേക്ഷിക്കുന്നത് കൊണ്ടാണ് എനിക്ക് യേശുവിനെ നഷ്ടപ്പെടുന്നത്. നമ്മൾ എങ്ങനെയൊക്കെയാണ് യേശുവിനെ ഉപേക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതുപോലെയാണ്. അതുകൊണ്ടാണ് മനസ്സ് മാറ്റാനായിട്ട് ഈശോ പറയുന്നത്, നീ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിൻ്റെ മനസ്സ് യേശുവിന് അനുകൂലമായ രീതിയിൽ യേശുവിലേക്ക് തിരിയണം. എപ്പോഴും നമ്മുടെ മനസ്സും ഹൃദയമൊക്കെ ലോകത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. പലർക്കും ലോകത്തിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമാണ് സ്വീകാര്യം. ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം ശരിയാണെന്ന് എന്ത് ഉറപ്പാണുള്ളത്? ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം ശരിയാണെന്നുള്ളതിന് വലിയ ഉറപ്പുണ്ടോ? ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നീ ഉറച്ച പാറമേൽ നിൽക്കണം, മണൽപ്പുറത്ത് നിൽക്കരുത്, അല്ലെങ്കിൽ മണൽപ്പുറത്ത് കെട്ടിടം പണിയരുത്. മണൽപ്പുറത്ത് കെട്ടിടം പണിയുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം പാറയുടെ തരിയാണ് മണൽ എന്ന് പറയുന്നത്. അപ്പോൾ അനേകം മണലുകൾ കൂട്ടിയിട്ടത് ഭൂരിപക്ഷം എന്നാണ്. അപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് നീ ജീവിക്കരുത്. ഭൂരിപക്ഷം ശരിയല്ല, ശരിയാകണം നിർബന്ധമൊന്നുമില്ല. യേശുക്രിസ്തുവിൻ്റെ അഭിപ്രായം ശരിയായിരിക്കും, യേശുക്രിസ്തുവിൻ്റെ തീരുമാനങ്ങൾ ശരിയായിരിക്കും, യേശുക്രിസ്തുവിൻ്റെ വചനത്തിലൂടെ വെളിപ്പെടുത്തുന്ന സത്യങ്ങൾ
അവിടെയാണ് നീ ഉറച്ചു നിൽക്കേണ്ടത്. അതുകൊണ്ട് നിന്റെ ജീവിതമാകുന്ന സൗധം യേശുവാകുന്ന പാറയിൽ അടിയുറച്ചു നിൽക്കുമെങ്കിൽ നീ ജീവൻ്റെ അവകാശിയായിരിക്കും. നീ ജീവനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളും പ്രശ്നങ്ങളുമാകുന്ന കാറ്റും കോളും വെള്ളപ്പൊക്കവും ഭൂമി കുലുക്കവും ഒക്കെ ഉണ്ടായാലും ഉറച്ച പാറ നിൽക്കുന്നവർക്ക് പ്രശ്നം ഉണ്ടാകില്ല. അതുകൊണ്ട് ഉറച്ച പാറയിൽ അടിസ്ഥാനപ്പെടുത്തി പണിയുന്ന ഭവനം പോലെ ആയിരിക്കണം നിൻ്റെ ജീവിതം. അതുകൊണ്ട് യേശു പറയുന്നതാണ് സത്യം, യേശു പറയുന്ന അഭിപ്രായമാണ് സത്യം. അതുകൊണ്ട് പലരും വിചാരിക്കും എൻ്റെ മനസാക്ഷിയാണ് സത്യമെന്ന്. മനസാക്ഷി സത്യമാണെന്ന് നിർബന്ധമൊന്നുമില്ല. എന്താണ് മനസാക്ഷി? മനസാക്ഷി എന്ന് പറഞ്ഞാൽ ആരോ ശരിയെന്ന് തന്നെ ബോധ്യപ്പെടുത്തിയത് എൻ്റെ മനസാക്ഷി. എത്രയോ പേര് മനസാക്ഷിക്കനുസരിച്ച് ചെയ്തത് തെറ്റിപ്പോകുന്നു. ബൈബിളിൽ നിന്ന് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റമറ്റവനായിരുന്നു, എങ്കിലും ഞാൻ പാപിയുള്ള ഒന്നാമനാണ്. പൗലോസ്ലീഹയുടെ മനസാക്ഷി പൗലോസ്ലീഹയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവജനമായ ഇസ്രായേലിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഈ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുകയും ഉന്മൂലനാശം വരുത്തുകയും ചെയ്യാതെ ദൈവജനം നിലനിൽക്കുകയില്ല. അതുകൊണ്ട് ദൈവജനത്തെ നിലനിർത്താൻ ഈ പുതിയ കൂറുകാരെ ഈ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കാനായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ടത്, ഉന്മൂലനം ചെയ്യാനായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ടത് തൻ്റെ മനസാക്ഷിക്കനുസരിച്ച് ഏറ്റവും നല്ല കാര്യമെന്ന് വിചാരിച്ചാണ്. ഇന്ന് ഈ പറയുന്ന ഭീകരപ്രവർത്തനങ്ങൾ ചെയ്യുന്നവരും സ്വന്തം ശരീരത്തിൽ ബോംബ് വെച്ച് കെട്ടി എന്താ പറയുക ചാവേറുകളാവുന്നവർ അവരെന്ത് വിചാരിക്കുന്നത്? അവർ വിചാരിക്കുന്ന ആരോ അവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഈ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്, ഈ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ ലോകത്തിൽ നീതിനിഷ്ഠമായൊരു പുതിയ വ്യവസ്ഥ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഇത് ശരിയാണ്, ഇങ്ങനെ ചെയ്യുന്നവർ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാണ്, അങ്ങനെ ചെയ്യുന്നവർ നേരെ സ്വർഗത്തിലേക്ക് പറന്നു പോവുകയാണ് ചെയ്യുന്നത് എന്ന് അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ മനസാക്ഷി അതിനനുസരിച്ച് രൂപപ്പെടുകയാണ്. ആ മനസാക്ഷിക്കനുസരിച്ച് മനുഷ്യ ബോംബായി പൊട്ടിത്തെറിക്കാൻ പോലും അവർ തയ്യാറാകാണ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം അവർ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം അതുകൊണ്ട് മനസാക്ഷിക്കനുസരിച്ചാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. യേശുവിൻ്റെ അഭിപ്രായത്തിനനുസരിച്ചാണോ ജീവിക്കുന്നത്, യേശുവിൻ്റെ ജീവിതത്തിനനുസരിച്ചാണോ ജീവിക്കുന്നത്? യേശുവിൻ്റെ ജീവിതമാണ് നമ്മുടെ മാതൃക. അപ്പം അതുകൊണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നവനാണ്. യേശുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തി ഉറച്ച പാറയിൽ നിൽക്കും. കാറ്റൂതി, പെരുമഴ പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായി, അതിൻ്റെ മേലെ ആഞ്ഞടിച്ച് കയറി, പക്ഷേ അത് വീണില്ല, അത് ഉറച്ചു നിൽക്കും, തലയുയർത്തി നിൽക്കും. ഇപ്പം ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും അതിജീവിച്ച് ഉറച്ചു നിൽക്കാൻ കഴിയുന്നത് രക്ഷ പ്രാപിച്ചവർക്കാണ്, അല്ലെങ്കിൽ രക്ഷയുടെ മാർഗത്തിൽ യേശുവിനോടൊപ്പം നിൽക്കുന്നവർ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും ഗാഢമായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ളത്, എൻ്റെ ഈശോ എനിക്ക് തരുന്ന രക്ഷ എന്താണ്? ആ രക്ഷ ഞാൻ ഇതുവരെ സ്വീകരിച്ചിട്ടുണ്ടോ? അതോ ഞാനിപ്പോഴും എൻ്റെ മനസാക്ഷിക്കനുസരിച്ച് ജീവിച്ചുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണോ? അതോ ഞാൻ ഒന്നും ചിന്തിക്കാതെ, എൻ്റെ ആത്മാവിനെക്കുറിച്ചും ആത്മരക്ഷയെക്കുറിച്ചും ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ ഒരു മൂഢസ്വർഗത്തിൽ കഴിയുകയാണോ? അടുത്ത കാലത്ത് പലതരം പരിശോധനകളൊക്കെ ഉണ്ട്, സ്കാനിങ് ഒക്കെ ഉണ്ട്. പണ്ടൊന്നും അതില്ലായിരുന്നു, കൂടിയാലും ഒരു എക്സ്റേ എടുക്കും, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സ്കാനിങ് ഒക്കെ നടത്തും. ഇപ്പം എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ സ്കാൻ ചെയ്യുമായിരുന്നു. ഒരിക്കൽ സ്കാൻ ചെയ്തപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ എന്തോ ഒരു ചെറിയ പതിവായിട്ടില്ലാത്തൊരു സംഗതി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് രോഗമൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ നല്ല രീതിയിൽ ഇങ്ങനെ ആരോഗ്യം നിലനിർത്തണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയായതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ സ്കാൻ ചെയ്യുക. അങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞത് നല്ല ലക്ഷണം അല്ലല്ലോ കാണുന്നത്. പക്ഷെ അദ്ദേഹം അന്നേരം തന്നെ പ്രതികരിച്ചു, ഇത് നല്ല ലക്ഷണം അല്ലല്ലോ എന്ന് പറഞ്ഞപ്പം തീർച്ചയായിട്ടും ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ അദ്ദേഹം ഒരു ചികിത്സയ്ക്ക് വിധേയനായി. ആ ചികിത്സയ്ക്ക് അന്ന് വിധേയനായതുകൊണ്ട് പിന്നീട് ഒരു 10-12 കൊല്ലം കൂടെ അദ്ദേഹം ഒരുവിധ ആരോഗ്യത്തോടെ ജീവിച്ചു. അല്ലെങ്കിൽ അന്നേരം തന്നെ വേണമെങ്കിൽ മരിച്ചു പോകാവുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു സ്കാനിങ് നടത്തിയപ്പോഴാണ് നിഗൂഢമായ ശരീരത്തിൻ്റെ ഒരു മേഖലയിൽ രോഗമുണ്ടെന്ന് കണ്ടെത്തിയത്. എന്നാൽ വേറൊരു തോമസേട്ടനെ എനിക്കറിയാം, മണ്ണാർക്കാടുകാരനൊരു തോമസേട്ടനെ. അദ്ദേഹത്തിന് അതിശക്തമായ തലവേദന പലപ്പോഴും ഉണ്ടാകുമായിരുന്നു. തലവേദന വന്നു കഴിഞ്ഞാൽ ബോധം കെട്ടുപോകായിരുന്നു. പക്ഷേ ഒരു ഡോക്ടറെയും കണ്ടില്ല. കുറേ നാൾ അങ്ങനെ കഴിഞ്ഞു.
പക്ഷെ പിന്നീട് നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ എന്നാ ഒരു തലവേദനയൊക്കെ വന്നു, ചിലപ്പോൾ ആ തലവേദനയുടെ ആധിക്യത്തിൽ ഒരിച്ചിരി മയക്കം വരും, വെള്ളം തിളച്ച് എഴുന്നേറ്റ് പോകും. പക്ഷേ ഭാര്യയും മക്കളൊക്കെ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു പരിശോധനയ്ക്ക് വിധേയനായപ്പോൾ പിന്നെ ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ്. അദ്ദേഹം അധികം വൈകാതെ ഏതാനും ദിവസം കൊണ്ട് ഈ സംഭവത്തെ തുടർന്ന് മരിക്കാനിടയായി. പക്ഷെ ഞാൻ ഓർക്കുമായിരുന്നു, 8-10 കൊല്ലം മുമ്പ് ഈ ഒരു ലക്ഷണം കണ്ടപ്പോൾ തന്നെ ചികിത്സിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വേറെ നാൾ ജീവിക്കാനും കുറച്ചുകൂടെ ഒരുങ്ങി മരിക്കാനും ഒക്കെ ഇടയാകുമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ശരീരത്തിൻ്റെ നിഗൂഢമായ മേഖലയിൽ ബാധിക്കുന്ന രോഗത്തെയും അതുപോലെയുള്ള ജീവനെ നശിപ്പിക്കുന്ന പ്രതികൂല പ്രശ്നങ്ങളെയൊക്കെ കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കും. എന്നാൽ ആത്മാവിനെ ബാധിക്കുന്ന പ്രശ്നത്തെ കണ്ടെത്താനുള്ള സ്കാനിങ് ഒന്നില്ല. പക്ഷേ ആ സ്കാനിങ്ങാണ് വാസ്തവത്തിൽ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളെ തന്നെ വിലയിരുത്തുന്നത്. അപ്പോൾ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളെ വിലയിരുത്തുമ്പോൾ, യേശുവിൻ്റെ അഭിപ്രായത്തിൻ്റെ വെളിച്ചത്തിൽ, വചനത്തിൻ്റെ വെളിച്ചത്തിൽ വിലയിരുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില അടയാളങ്ങൾ കാണും. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ കാലത്തിൻ്റെ അടയാളങ്ങളെ മനസ്സിലാക്കണം, അതുപോലെ തന്നെ ജീവിതത്തിലെയും ചില അടയാളങ്ങളെ മനസ്സിലാക്കണം. അതാണ് ഞാൻ കുർബാനയ്ക്കിടയിൽ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിലെ കലഹങ്ങളും ദുഃഖവും നിരാശയും അതുപോലുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ ആത്മാവിൻ്റെ മോണിറ്ററായ ശരീരത്തിൽ അനുഭവപ്പെടുന്ന നമ്മുടെ കുറവുകളാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവനില്ലായ്മയാണ് കാണിക്കുന്നത്. നമുക്കതുകൊണ്ട് നമുക്ക് ജീവനുണ്ടാകുവാൻ, അത് സമർത്ഥമായി ഉണ്ടാകുവാനുമായിട്ട് നമ്മുടെ ഇടയിലേക്ക് വന്ന ഈശോ, അവനിൽ വിശ്വസിക്കുന്ന യാതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി പിതാവ് നൽകിയ തൻ്റെ പുത്രനെ നമ്മൾ വേണ്ട രീതിയിൽ സ്വീകരിക്കുവാൻ നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. അത് നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമാണ്. ആ തിരിച്ചറിവിലേക്ക് നമുക്ക് വരാനായിട്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് ഇനിയും പരിശോധനകൾ നടത്താം. ദൈവം നമ്മെ അതിനുവേണ്ടി സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവെ, ഞങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമർത്ഥമായിട്ടുണ്ടാകുവാനായി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവമേ, അങ്ങാണ് ഞങ്ങളുടെ നിത്യജീവൻ ഞങ്ങൾ അറിയുന്നു. അങ്ങാകുന്ന നിത്യജീവനെ ഏറ്റുവാങ്ങാൻ കർത്താവെ ഞങ്ങളെ സജ്ജമാക്കണമേ. നിത്യജീവൻ്റെ കുറവിനെ കണ്ടെത്താൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ലോകം മുഴുവൻ നേടിയാലും ആത്മാവിലേക്ക് അവിടുന്ന് ചൊരിയുന്ന നിത്യജീവൻ, അവിടുന്ന് ആ നിത്യജീവനെ ഏറ്റുവാങ്ങുന്നില്ലെങ്കിൽ കർത്താവെ, ഞങ്ങൾ ഇതുവരെ ജീവിച്ചത് വെറുതെയായിപ്പോയി. എങ്കിലും ഞങ്ങളെ അവിടുന്ന് കൈവിടാതെ ഇങ്ങനൊരു ശുശ്രൂഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നല്ലോ. കർത്താവെ, അങ്ങയുടെ വെളിച്ചത്തിൽ ഞങ്ങളുടെ ആത്മാവിൻ്റെ ഉള്ളറകളെ പരിശോധിക്കാനും അവിടെ എന്തെന്ന് നഷ്ടങ്ങളാണ് ഞങ്ങൾക്കുണ്ടായിരിക്കുന്നത് തിരിച്ചറിയാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും